1250 കോടി രൂപ തട്ടിയെടുത്തു. ദുർമന്ത്രവാദവും. മുംബൈയിലെ പ്രശസ്തമായ ലീലാവതി ആശുപത്രിയിൽ എന്താണ് സംഭവിക്കുന്നത്? മുംബൈയിലെ പ്രശസ്തമായ ലീലാവതി ആശുപത്രി ഒരു തട്ടിപ്പ് വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. ആശുപത്രി കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റിലെ മുൻ ട്രസ്റ്റുകൾ ഉൾപ്പെടെ ചിലർ ഏകദേശം 1250 കോടി രൂപയുടെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായി ആരോപിക്കുന്നു. കൂടാതെ സ്ഥാപനത്തിൽ തട്ടിപ്പും ദുർമന്ത്രവാദവും നടത്തിയതായി ആരോപിച്ച് അവർ ബാന്ദ്ര പോലീസിൽ പുതിയ പരാതി നൽകിയിട്ടുണ്ട്. ആദ്യം ഈ ഒരു കേസ് വിശദമായി നോക്കാം. കഴിഞ്ഞ 20 വർഷത്തിനിടെ 1250 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് ലീലാവതി കീർത്തിലാൽ മേത്ത മെഡിക്കൽ ട്രസ്റ്റ് 7 മുൻ ട്രസ്റ്റിമാർ, ഉപകരണ വിതരണക്കാർ, വിൽപ്പനക്കാർ എന്നിവരുൾപ്പെടെ 17 പേർക്കെതിരെ FIR ഫയൽ ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: 2001 മുതലുള്ള കേസിലെ 3ാമത്തെ FIR ആണിത്. സ്ഥിരം ട്രസ്റ്റുകളിൽ ഒരാളുടെ ഓഫീസിൽ ദുർമന്ത്രവാദ ചടങ്ങുകൾ നടന്നതായും ആരോപണമുണ്ട്. നിലവിൽ ലീലാവതി ആശുപത്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മുൻ മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് പറയുന്നത് 1997 തങ്ങളുടെ പരേതനായ ട്രസ്റ്റി കിഷോർ മേത്തയും ഭാര്യ ചാരു മേത്തയും ചേർന്നാണ് ലീലാവതി ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ 2002 മുതൽ കിഷോർ മേത്ത രോഗിയായിരുന്നപ്പോൾ അവരുടെ ചില ബന്ധുക്കളും സഹോദരന്മാരും അനന്തരവന്മാരും ആശുപത്രിയുടെ നിയന്ത്രണം നിയമവിരുദ്ധമായി ഏറ്റെടുക്കുകയായിരുന്നു. ശേഷം അടുത്ത 20 വർഷത്തേക്ക് അവർ ആശുപത്രി നിയന്ത്രിച്ചു എന്നുമാണ്. ഇതിൽ കുറ്റാരോപിതനായ ട്രസ്റ്റിമാരിൽ ഭൂരിഭാഗവും ദുബായിലും ബെൽജിയത്തിലുമാണ് താമസിക്കുന്നതെന്ന് ആരോപിക്കപ്പെടുന്നു. നിലവിലെ ട്രസ്റ്റി ബോർഡ് ചുമതലയേറ്റ ശേഷം ഒരു ഫോറൻസിക് ഓഡിറ്ററെ നിയമിച്ചുവെന്നും ഏകദേശം 1250 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇതിനുശേഷം ലീലാവതിയുടെ സ്ഥിരം ട്രസ്റ്റി പ്രശാന്ത് കിഷോർ മേത്ത ബാന്ദ്ര പോലീസിനെ സമീപിച്ചു. എന്നാൽ അവർ FIR ഫയലിടാൻ സമ്മതിച്ചില്ല. തുടർന്ന് 55-കാരനായ പ്രശാന്ത് കിഷോർ മേത്ത ബാന്ദ്ര കോടതിയെ സമീപിച്ച് തട്ടിപ്പ് സംബന്ധിച്ച് പരാതി നൽകി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 175(3) പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. തുടർന്നാണ് ബാന്ദ്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് ഉടൻ തന്നെ ഇക്കണോമിക് ഓഫൻസസ് വിംഗ് അഥവാ EOWയിലേക്ക് മാറിയേക്കാമെന്നും സിംഗ് പറയുന്നുണ്ട്. LKMMTയിൽ ട്രസ്റ്റിയായി പ്രവർത്തിക്കുമ്പോൾ കുറ്റാരോപിതരായ ട്രസ്റ്റികൾ മറ്റ് കുറ്റാരോപിതരായ കമ്പനികളുമായും അവരുടെ ഡയറക്ടർമാരുമായും സഹകരിച്ച് മെഡിക്കൽ ഉപകരണങ്ങൾ, ഫർണിച്ചർ, ചിത്രങ്ങൾ, കമ്പ്യൂട്ടറുകൾ, മറ്റ് ഉപകരണങ്ങൾ, മെഡിക്കൽ നിയമപുസ്തകങ്ങൾ, ഓഫീസ് ഉപകരണങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, വാഹനങ്ങൾ, ആംബുലൻസുകൾ, ഭൂമി, കെട്ടിടം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ഫാർമസി, കെമിസ്റ്റ് മുതലായവ വാങ്ങുന്നതിൽ വ്യത്യസ്ത രസീതുകൾ സ്വീകരിച്ചതായാണ് ആരോപണം. ഇതിലൂടെ ഫണ്ട് ദുരുപയോഗം ചെയ്യുകയും വഞ്ചന നടത്തുകയും ചെയ്തുവെന്ന് മേത്ത FIRൽ ആരോപിക്കുന്നു. മുൻ ട്രസ്റ്റുകൾക്കെതിരെയുള്ള മുൻ FIRകൾ ഇനി നോക്കാം. ശരിക്കും മുൻ ട്രസ്റ്റുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നത് ഇതാദ്യമല്ല. ഇപ്പോഴത്തെ കേസ് രജിസ്റ്റർ ചെയ്ത 3ാമത്തെ FIR ആണിത്. 12 കോടി രൂപയുടെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ആദ്യത്തേത് 2024 ജൂലൈയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാന്ദ്ര കോടതിയുടെ ഉത്തരവനുസരിച്ച് അഭിഭാഷക ഫീസ് എന്ന വ്യാജേനെ 44 കോടി രൂപ തട്ടിയെടുത്തുവെന്ന് ആരോപിച്ച് മുൻ ട്രസ്റ്റുകൾക്കെതിരെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ 2ാമത്തെ FIR ഫയൽ ചെയ്തിരുന്നു. ഇതിൽ EOW കേസ് അന്വേഷണം നടത്തുന്നുമുണ്ട്. 3 FIRകളും മുൻകൂർ കുറ്റകൃത്യങ്ങളായതിനാൽ കള്ളപ്പണം വെളുപ്പിക്കലും അതുപോലെ കുറ്റകൃത്യത്തിന്റെ വരുമാനം ഉപയോഗിച്ച് വിദേശത്ത് വൻതോതിൽ സ്വത്തുക്കൾ സമ്പാദിച്ചതും ഉൾപ്പെടുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്തെഴുതിയിട്ടുണ്ട് എന്നും മുൻ പോലീസ് കമ്മീഷണർ സിംഗ് അറിയിച്ചു. ഇനി അടുത്തത് ദുർമന്ത്രവാദ ആരോപണങ്ങളാണ്. സ്ഥിരം ട്രസ്റ്റിയായ പ്രശാന്ത് മേത്തയും അമ്മ ചാരു മേത്തയും ഇരിക്കുന്ന ഓഫീസിൽ ദുർമന്ത്രവാദ ചടങ്ങുകൾ നടന്നിരുന്നതായി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചില മുൻ ട്രസ്റ്റ് ജീവനക്കാർ സൂചിപ്പിച്ചതായി സിംഗ് പറയുന്നു. മന്ത്രവാദം നടത്താൻ മനുഷ്യ ശരീരങ്ങൾ ഉപയോഗിച്ച തെളിവും ലഭിച്ചു. ഓഫീസ് തറയിൽ നിന്ന് മനുഷ്യാവശിഷ്ടങ്ങൾ, അരി, മനുഷ്യരോമങ്ങൾ, മറ്റു ദുർമന്ത്രവാദ വസ്തുക്കൾ എന്നിവ നിറച്ച 8 കലശങ്ങൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്നും മുൻ പോലീസ് കമ്മീഷണർ സിംഗ് പറയുന്നുണ്ട്. ഈ വസ്തുക്കളുടെ കണ്ടെത്തൽ ഓഫീസിന് വളരെ നെഗറ്റീവ് പ്രതീതി നൽകിയെന്ന് മേത്തയും കൂട്ടിച്ചേർത്തു. ഈ വസ്തുക്കളൊക്കെ സീൽ ചെയ്ത് തെളിവായി പോലീസ് എടുത്തിട്ടുമുണ്ട്. ശരിക്കും രാജ്യം കണ്ട ഏറ്റവും വലിയ മെഡിക്കൽ അഴിമതിയാണിത്. അഴിമതി മാത്രമല്ല, ഒരു ആശുപത്രിയിൽ മന്ത്രവാദം നടത്തുക. ഇതിനായി രോഗികളെ കൊന്ന് ജഡങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. തെളിവുകളായി കിട്ടിയ അസ്ഥികളും മുടിയും മറ്റും കേസിന്റെ പേടിപ്പിക്കുന്ന വശത്തേക്ക് വെളിച്ചം വീശുകയാണ്.
ആരോഗ്യരംഗത്ത് വിജയകഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന ലീലാവതി പോലുള്ള ആശുപത്രികളിൽ നിന്ന് ലോകം കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ആഭിചാര കഥകളാണ്. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ.